ഹൃദയത്തിന്റെ ഓരോ താളങ്ങളും നമ്മളിങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയത്തിനകത്ത് നമുക്ക് നന്ദി നിറയുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു ആനന്ദം. അതേസമയം ആ ഹൃദയത്തിന്റെ അകത്തിൽ നമുക്ക് ദേഷ്യം, വെറുപ്പ്, പക, അസൂയ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിറയുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഫീലിങ്സ്, ഹൃദയവും ബ്രെയിനും തമ്മിലുള്ള കണക്ഷൻസ്, നമ്മുടെ ചിന്താതലം, നമുക്ക് നമ്മുടെ ചിന്ത നമ്മൾ ബ്രെയിനിനെ കൊണ്ട് നടത്തുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ആ ചിന്തയെ സ്വാധീനിക്കുന്നത് നമ്മുടെ ഹൃദയമാണ്. ഹൃദയത്തിൽ വരുന്ന വികാരങ്ങൾ, ഫീലിങ്സുകളായിരിക്കാം നമ്മുടെ ചിന്താതലത്തെ ബാധിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ചിന്താതലത്തെ പോസിറ്റീവായിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയതലത്തെ നമ്മൾ പോസിറ്റീവായി നിലനിർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്കറിയാൻ വേണ്ടി പറ്റും, നിങ്ങളുടെ ഒരവയവത്തെ നിങ്ങൾ ശുദ്ധിയാക്കി വെക്കുക, നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധിയാക്കി വെക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിരിക്കുന്നുള്ളത്. ഹൃദയം ശുദ്ധിയായാൽ മുഴുവനും ശുദ്ധിയായി, അത് മോശമായാൽ മുഴുവനും നാശമായി എന്നുള്ളത്. അതിന് നമുക്ക് കോമൺ ആയിട്ട് വെറുതെ നമ്മൾ അറിയുന്ന രീതിയിലുള്ള ഒരു ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ, നമ്മുടെ വാട്ടർ ടാങ്കിലുള്ള വെള്ളം മലിനമായാൽ എല്ലാ ടാപ്പുകളിലും വരുന്ന വെള്ളം മലിനമായിരിക്കും. വാട്ടർ ടാങ്കിലുള്ള വെള്ളം ശുദ്ധമായാൽ എല്ലാ ടാപ്പുകളിലും വരുന്ന വെള്ളം ശുദ്ധമായിരിക്കും. അതുപോലെ ഹൃദയത്തിൽ മലിനമായ ചിന്തകൾ കൊണ്ട് നടക്കുകയാണെങ്കിൽ നമ്മൾ മുഴുവനും മലിനമാക്കപ്പെടും. ഹൃദയത്തിൽ നല്ല ചിന്തകളുമായിട്ടാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ മുഴുവനും നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഇനി നമുക്ക് ഹൃദയത്തിന്റെ ഒരു ശാരീരികമായ ഒരു ഘടന നോക്കുകയാണെങ്കിൽ, നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ കൂടെ നടക്കുന്ന, നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന, നമ്മളെ നിലനിർത്തുന്ന, നമ്മൾ ഇതുവരെയായിട്ടും അറിയാത്ത ആ ഒരു ഹൃദയത്തിന്റെ ഒരു ഘടന നോക്കുകയാണെങ്കിൽ, ഏകദേശം ഒരു ദിവസത്തില് 2.5 ബില്യൺ തവണ ഹൃദയം മിടിക്കുന്നുണ്ട്. 2.5 ബില്യൺ ഒരു ദിവസത്തെ ഹൃദയത്തിന്റെ ആ ഒരു മിടിപ്പാണ് പറഞ്ഞു വരുന്നത്. എന്നാൽ ഹൃദയം ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എനർജി എന്ന് പറയുകയാണെങ്കിൽ 32 കിലോമീറ്റർ ഓടിക്കാൻ പറ്റുന്ന 75 ട്രില്യൺ കോശങ്ങളുണ്ട്. അതുപോലെ ഈ 32 കിലോമീറ്റർ ഓടിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ട്രക്ക്, അതിന്റെ അത്രമാത്രം ഊർജം ഒരു ദിവസത്തില് നമ്മുടെ ഹൃദയം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പഠനം തെളിച്ചിരിക്കുന്നത്. അപ്പൊ അത്രമാത്രം നമ്മളെ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് വേണ്ടിയിട്ട് മുടങ്ങാതെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോഴും നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ നടക്കുമ്പോഴും നമ്മൾ ഏത് പ്രവർത്തനത്തിലാണെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ പോലും ഹൃദയം ഉണ്ട് എന്ന് അറിയുന്നില്ലെങ്കിൽ പോലും ആ ഹൃദയം നമുക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഒരു ഹൃദയത്തെയാണ് നമ്മൾ ശരിക്കും അറിയേണ്ടിയിരിക്കുന്നത്. ഓരോ മിനിറ്റിലും 5 ലിറ്റർ രക്തം വരെ ഹൃദയം പമ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഒരു മിനിറ്റിൽ 5 ലിറ്റർ രക്തമാണ് ഹൃദയം പമ്പ് ചെയ്യപ്പെടുന്നുള്ളത് എന്നുള്ളതാണ് പഠനം തെളിയിച്ചിരിക്കുന്നത്. നമ്മളൊന്ന് നോക്കി നോക്കൂ, നമ്മുടെ കിണറിൽ നിന്നും ഒരു വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സജ്ജീകരണങ്ങൾ നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട്, അല്ലെ? ഇങ്ങനെയുള്ള സജ്ജീകരണങ്ങളെല്ലാം നമ്മൾ തയ്യാറാക്കിയെടുത്ത് അത് ഒരു ദിവസത്തിൽ ഫുള്ളി 24 അവേഴ്സും നമുക്ക് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അപ്പോൾ ഇവിടെ ഒരു മിനിറ്റിൽ 5 ലിറ്റർ ബ്ലഡാണ് ഒരു ഹൃദയം പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. അപ്പൊ അത്രത്തോളം സങ്കീർണമായ ഒരു വസ്തുതയാണ് നമ്മളുടെ അകത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഹൃദയം എന്ന് പറയുന്നത്. നമ്മൾ ആരെങ്കിലും നമ്മുടെ അകത്ത് ഇത്രമാത്രം സങ്കീർണമായ ഒരു അവയവമാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചിലപ്പോഴെങ്കിലും ഓർക്കാതെ പോകുന്നുണ്ട്, അല്ലെ? ശരീരത്തിലെ മുഴുവനും കുഴലുകൾ എടുത്താൽ ഭൂമിയെ ഏകദേശം 2 പ്രാവശ്യം ചുറ്റാനുള്ള അളവുണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇത്രയും വലിയ ദൂരത്തിലേക്കാണ്, ഇത്രയും വലിയ ഒരു ഇതിലേക്കാണ് നമ്മളുടെ ഹൃദയം രക്തത്തെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. ഓക്കെ,
അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഹൃദയവും ബ്രെയിനും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് രണ്ട് തരത്തിലുള്ള ചിന്താതലം ഉണ്ട്. ഒന്ന് നമ്മുടെ വൈകാരിക ചിന്തയാണ്, ഒന്ന് നമ്മുടെ ഇമോഷണലി ഉള്ള ഒരു ചിന്തയാണ്. അപ്പൊ ഈ ഒരു വൈകാരിക ചിന്ത എന്ന് പറയുന്നതാണ് നമ്മുടെ ഹൃദയം കൊണ്ട് ചിന്തിക്കുമ്പോൾ നമ്മളിലേക്ക് ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് ഹൃദയം കൊണ്ടാണ്. നമ്മൾ എല്ലാവരും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ബ്രെയിൻ കൊണ്ടാണ്. അപ്പൊ അവിടെ നമുക്ക് ഇന്ന് ഹൃദയത്തിന്റെ എല്ലാ തലത്തിലേക്കും നമുക്ക് പോകാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അതുകൊണ്ട് മനുഷ്യനെ നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് ആവശ്യമായി വരുന്നത് നമ്മുടെ ചിന്താതലമായതുകൊണ്ട് അവിടെ മാത്രം നമുക്കിന്ന് ഇൻഷാ അള്ളാ ടച്ച് ചെയ്ത് പോവാം. ഇനിയും വീണ്ടും നമുക്ക് പിന്നെ ഹൃദയത്തിന്റെ ഭാഗം വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് ഇതിനെക്കുറിച്ച് ചർച്ചകൾ കൂട്ടിക്കൊണ്ട് പോകാം ഇൻഷാ അള്ളാ. അപ്പൊ നമുക്ക് ഇന്ന് ചിന്താതലത്തെ കുറിച്ചിട്ട്, നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിന് കൊണ്ട് നമ്മൾ ഓരോരുത്തരും ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിൻ ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ ചിന്താതലം ബ്രെയിനിലേക്ക് മാറ്റിക്കൊണ്ടാണ്. അപ്പൊ നമ്മൾ തലച്ചോറ് ഉപയോഗിച്ചുകൊണ്ട് ചിന്തിച്ച് പ്രവർത്തിക്കുന്നുള്ളത് കൊണ്ടാണ് നമ്മൾ കൂടുതലും ടെൻഷനിലാവുന്നുള്ളത്, നമ്മൾ കൂടുതലും സങ്കടത്തിലാവുന്നുള്ളത്, നമ്മൾ എന്നും പ്രശ്നത്തിലാവുന്നത്. ബ്രെയിൻ ഉപയോഗിച്ച് ചിന്തിക്കുന്ന സമയത്ത് നമ്മളിൽ എന്താവുകയാണ്, നമ്മളുടെ കഴിഞ്ഞ കാലത്തെ കുറിച്ചിട്ടും വരാനിരിക്കുന്നതിനെ കുറിച്ചിട്ടുമാണ് നമ്മൾ ചിന്തിക്കുക എന്നുള്ളത്. പക്ഷെ നമ്മൾ നമ്മുടെ ചിന്തയെ ഹൃദയത്തിലേക്ക് മാറ്റുക. ഹൃദയത്തിന്റെ തലം കൊണ്ട് നമ്മൾ ചിന്തിക്കാൻ നോക്കുക. ആ ഹൃദയം കൊണ്ട് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ നമുക്ക് സ്നേഹം നമ്മുടെ ഉള്ളിൽ മുട്ടിട്ട് തുടങ്ങും എന്നുള്ളതാണ്. അപ്പൊ ചിലവരെങ്കിലും നമ്മുടെ അടുത്ത് ചോദിക്കാറില്ലേ, മനസ്സാക്ഷി ഇല്ല എന്നൊക്കെ. എന്താണ് സത്യം പറഞ്ഞാൽ മനസ്സ്? മനസ്സിന് ആരെങ്കിലും ഇതുവരെയായിട്ട് കണ്ടവരുണ്ടോ? ഉണ്ടോ? നമ്മളിൽ ആരെങ്കിലും ഇതുവരെയായിട്ട് മനസ്സിനെ കണ്ടവരുണ്ടോ? നമുക്ക് ചിലപ്പോൾ സ്കാൻ ചെയ്ത് നോക്കിയാല് നമ്മുടെ ഹൃദയത്തെ കാണാൻ പറ്റിയേക്കാം. നമ്മുടെ ആന്തരിക അവയവത്തെ മുഴുവനും നമുക്ക് കാണാൻ വേണ്ടി പറ്റിയേക്കാം അല്ലേ? പക്ഷെ നമ്മുടെ മനസ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഉം? ഉണ്ടോ? നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ പറയണ ഒരു മറുപടി ഉണ്ട്. എന്താണ്? എനിക്കിപ്പം മനസ്സില്ല എന്ന്. സത്യത്തിൽ നമുക്ക് മനസ്സില്ലേ? നമുക്ക് മനസ്സുണ്ടോ? മനസ്സുണ്ടെങ്കിൽ നമ്മൾ ആ മനസ്സിനെ കണ്ടിട്ടുണ്ടോ? എവിടെയാണ് നമ്മുടെ മനസ്സ് സ്ഥിതി ചെയ്യുന്നത്? എന്താണ് സത്യത്തിൽ മനസ്സ് എന്ന് പറയുന്നുള്ളത്? മനസ്സിനെ കുറിച്ചിട്ട് നമുക്ക് എന്ത് അറിവാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നുള്ളത്? നമ്മൾ പലപ്പോഴും പല ആളുകളോടും സംസാരിക്കുന്ന സമയത്ത് എനിക്കിപ്പോൾ പറയാൻ മനസ്സില്ല, എനിക്കിപ്പോൾ ചെയ്യാൻ മനസ്സില്ല, എനിക്കിപ്പം പോവാൻ മനസ്സില്ല, അതെന്റെ ഇഷ്ടമാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ മനസ്സിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് എന്താണ് സത്യത്തിൽ മനസ്സ്? ഇനി എവിടെയാണ് നമ്മുടെ മനസ്സ് സ്ഥിതി ചെയ്യുന്നുള്ളത്? നമ്മൾ മനസ്സെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കൈ അറിയാതെ പോകുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. എന്നാൽ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ബ്രെയിനിലാണ്. മനസ്സെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ പോകുന്നത് നമ്മുടെ ചിന്താ തലത്തെ കുറിച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ എവിടെയാണ് സത്യത്തിൽ മനസ്സ് സ്ഥിതി ചെയ്യുന്നുള്ളത്? മനസ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നുള്ളതോ? എന്താണ് മനസ്സെന്നോ ഇതുവരെയായിട്ടും ഒരു ശാസ്ത്രത്തിനും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ശരിക്കും. പക്ഷേ ഈ മനസ്സിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു മുതലാണ്. അതുകൊണ്ട് തന്നെ മനസ്സിന്റെ നിലനിൽപ്പോ മനസ്സിനെ കുറിച്ചിട്ടോ ഇതുവരെയായി ശാസ്ത്രലോകത്തിന് കണ്ടെത്താൻ വേണ്ടി പറ്റിയിട്ടില്ല. എന്തുകൊണ്ട്? നമുക്കറിയാൻ വേണ്ടി പറ്റും. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, വൃക്കദാനം ചെയ്യൽ, ഇങ്ങനെ തുടങ്ങി നമ്മളുടെ ആന്തരിക അവയവങ്ങൾ ഓരോന്നും ഇപ്പോൾ വിൽപ്പന ചരക്കായി മാറിയിരിക്കുകയാണ് അല്ലേ? നമ്മുടെ ആന്തരിക അവയവങ്ങൾ ഓരോന്നും വിൽപ്പന ചരക്കായി മാറിയിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മനസ്സിനെയും നമുക്ക് ഒരു വസ്തുവാക്കിക്കൊണ്ട് നമുക്ക് കാണാൻ തന്നുകൊണ്ട് നമ്മുടെ കാഴ്ചയിൽ തന്നുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സ്കാനിങ്ങിലൂടെ നമ്മുടെ ആന്തരിക അവയവങ്ങളെല്ലാം കാണുന്നത് പോലെ ആ ഒരു മനസ്സിനെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നേ മനസ്സ് മാറ്റൽ ശസ്ത്രക്രിയ ഈ ഭൂമിയിൽ വന്നേനെ. അതുകൊണ്ട് തന്നെ മനസ്സ് എന്ന് പറയുന്നുള്ളത് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കടം കൊടുക്കാൻ പറ്റിയതോ ഒരാളിലേക്കും മാറ്റിവെക്കപ്പെടാൻ വേണ്ടി പറ്റിയതോ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യാൻ വേണ്ടി പറ്റിയതോ അല്ലാത്തത് കൊണ്ട് തന്നെയാണ് ആ മനസ്സ് എന്ന് പറയുന്നതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു സംഭവമാക്കി മാറ്റിയിരിക്കുന്നത്. നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത്
അള്ളാഹു ഒരു മറഞ്ഞിരിക്കുന്ന ശക്തിയാണ് അല്ലെ. അള്ളാഹുവിനെ കുറിച്ചിട്ട് നമുക്ക് ചിന്തിച്ചാൽ അറ്റയെത്തില്ല. അപ്പൊ നമുക്കിങ്ങനെ പല നിരീശ്വരവാദികളൊക്കെ ഒന്ന് ചിന്തിക്കുന്ന സമയത്ത് അള്ളാഹു ഇല്ല, ദൈവം ഇല്ല എന്നൊക്കെ പറഞ്ഞ് നിരീശ്വരവാദികളൊക്കെ പോകുന്ന സമയത്ത് അള്ളാഹുവിനെ കുറിച്ചിട്ട് അവർ ആ ഒരു നിരീശ്വരവാദത്തിലേക്ക് ചിന്തിക്കുന്ന സമയത്ത് സ്വന്തം ജീവിതത്തിലേക്ക് ഒന്ന് നോക്കിയാൽ, സ്വന്തം ശരീരത്തിലേക്ക് ഒന്ന് നോക്കിയാൽ, സ്വന്തം ജീവനിലേക്ക്, നമുക്കൊക്കെ അറിയാം നമ്മൾ ജീവനുണ്ടെന്ന് പറയുന്നുണ്ട് അല്ലെ. എനിക്കും നിങ്ങൾക്കും ഇപ്പോൾ ജീവനുണ്ട്. സത്യത്തിൽ എന്താണ് ജീവൻ? നമ്മൾ ആരെങ്കിലും ജീവനെ കണ്ടിട്ടുണ്ടോ? എന്താണ് മനസ്സ്? നമ്മൾ ആരെങ്കിലും മനസ്സിനെ കണ്ടിട്ടുണ്ടോ? അപ്പോ നമുക്ക് വിശ്വസിക്കാൻ വേണ്ടിയിട്ട്, ചിന്തിക്കുന്ന മനുഷ്യനിക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞതിൽ നിന്ന് നമുക്ക് വിശ്വസിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദൃഷ്ടാന്തങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മൾ ഈ ഭൂമിയിലുള്ള മുഴുവൻ കൗതുകങ്ങൾ കാണാൻ വേണ്ടിയിട്ടും ഒരുപാട് സമ്പത്ത് ചെലവഴിച്ച് നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അത് സുന്നത്താണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മൾ നമ്മുടെ ഈ ഭൂമി മുഴുവനും ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ സമയം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ, ഈ ഭൂമി മുഴുവനും നമ്മൾ ചുറ്റിക്കറങ്ങുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മളെ തന്നെ ഇതുവരെയായി ഒരു ഭാഗവും നമുക്കറിയാനോ കാണാനോ വേണ്ടി പറ്റിയിട്ടില്ല എന്നുള്ളത്. സ്വന്തം ശരീരത്തെ അറിയാനോ സ്വന്തം ശരീരത്തെ അനുഭവിക്കാനോ പറ്റാത്തതാണ് ഞാനും നിങ്ങളും എന്ന് പറയുന്നത്. സ്വന്തം ശരീരത്തെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുമായിരുന്നുവെങ്കിൽ നമ്മുടെ മാനസിക തലത്തെ കുറിച്ചിട്ട് നമുക്കൊന്ന് അറിയാൻ വേണ്ടി പറ്റുമായിരുന്നു. നമ്മൾ നമ്മുടെ മനസ്സിനെ കുറിച്ചിട്ടൊന്ന് അറിയുമായിരുന്നു. നമ്മുടെ ഹൃദയത്തെ കുറിച്ചിട്ട് നമ്മൾ അറിയുമായിരുന്നു. ഈ ഹൃദയത്തിന്റെ ബാഹ്യമായ ശക്തിയെ കുറിച്ചിട്ട് നമ്മൾക്ക് അറിയാൻ വേണ്ടി പറ്റുമായിരുന്നു. ആന്തരികമായതിനെ കുറിച്ച് നമുക്ക് എന്തായാലും അറിയാൻ വേണ്ടി പറ്റില്ല. എന്നാൽ ബാഹ്യമായി നമ്മൾ അനുഭവിക്കുന്നതിനെ കുറിച്ചിട്ട് തന്നെ നമുക്കറിയാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ബാഹ്യമായി നമ്മൾ ഓരോ ദിവസവും നമ്മുടെ പഠനത്തിൽ പഠിക്കാൻ വേണ്ടി പറ്റിയതിനെ പോലും നമുക്കറിയുന്നില്ല. അതിനെ കുറിച്ചിട്ട് പോലും നമ്മൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് അല്ലെ. അപ്പോൾ നമുക്ക് ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വന്നാൽ ഓരോ മലിനമായ ചിന്തകൾ കൊണ്ട് ഹൃദയത്തിൽ ഓരോ കറുത്ത ഡോട്ടുകൾ വരും എന്നും, പല പല കറുത്ത ഡോട്ട്സുകൾ അത് മുഴുവനായും കറുപ്പായി മൂടി വെക്കപ്പെടും എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ, ഒരു സ്കാൻ ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല നമ്മുടെ ഹൃദയത്തിന്റെ കറുപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അത് നല്ല റെഡ് കളറിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അത് ബ്ലാക്കിലേക്ക് ആവാൻ വേണ്ടി പറ്റില്ല, കാണാൻ വേണ്ടി പറ്റില്ല. പക്ഷെ ഹൃദയം ചുരുങ്ങുക എന്നുള്ളത്, ഹൃദയം വിശാലാക്കുക എന്നുള്ളത്, ഇനി എത്ര ഹൃദയത്തെ വിശാലാക്കുകയാണെങ്കിലും എത്ര ഹൃദയത്തെ ചുരുക്കുകയാണെങ്കിലും നമ്മുടെ ഹൃദയത്തെ നമ്മൾ ഒന്ന് അളന്ന് നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഹൃദയത്തിന്റെ ഒരു വെയിറ്റ് നോക്കുകയാണെങ്കിൽ, ഹൃദയത്തിന്റെ ഒരു സ്പേസ് നോക്കുകയാണെങ്കിൽ എല്ലാം എന്നും സെയിം ആയിരിക്കും. വിശാലമായ ഹൃദയമുള്ള ഒരു വ്യക്തിയുടെ ഹൃദയം എടുത്ത് നമ്മൾ വെയിറ്റ് നോക്കിയാലും, അതിനെ ഒന്ന് അളന്നു നോക്കിയാലും, അതേപോലെ കുഡ്സായിരിക്കുന്ന ഒരു ഹൃദയമുള്ള ഒരു വ്യക്തി എടുത്ത് നോക്കിയാലും നമുക്ക് ഫിസിക്കലി അവിടെ രണ്ടും ഒന്നായിരിക്കാം. അപ്പോൾ എന്താണ് ഹൃദയത്തിന്റെ വിശാലത? ഹൃദയത്തിന്റെ വിശാലത നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളതിന് നമ്മൾ ഓരോരുത്തരും പഠിച്ചു വരുന്നത് നമ്മുടെ ഖബറിനെ നമ്മൾ വിശാലമാക്കുക എന്നുള്ളത്. ഖബറിന്റെ വിശാലതയെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോയിന്റാണ് ഹൃദയത്തിന്റെ വിശാലത കൂട്ടുക എന്നുള്ളത്. ആ ഖബറിന്റെ വിശാലത കൂട്ടാൻ വേണ്ടി പറയുമ്പോൾ പല വ്യക്തികളും ട്രോളുന്നത് നമ്മൾക്ക് കേട്ടിട്ടുണ്ട്. ഓൾറെഡി കുഴിക്കുമ്പോൾ തന്നെ അതൊന്ന് വിശാലാക്കി കുഴിച്ചാൽ പോരെ, പിന്നെ എന്തിനാണ് ഇത്രയും കുടിസാക്കി കുഴിച്ച് വെച്ചിട്ട് പിന്നീട് ഇതിനെ വിശാലാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത്. അത് വിശാലാക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് വിശ്വാസിയായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അല്ലെ. പക്ഷെ നമ്മൾ നാളെ പോയി കിടക്കേണ്ട ഖബറിനെ വിശാലമാക്കാൻ നമുക്കറിയാം. പക്ഷേ ആ വിശാലമായ ഖബറിൽ നമ്മൾ പോയി കിടക്കുമ്പോൾ ആ ഖബർ വിശാലം ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഹൃദയമാവുന്ന നമ്മുടെ രണ്ട് ശ്വാസകോശത്തിന്റെ ഇടയിൽ കുടുങ്ങിക്കിടക്കുന്ന, ശ്വാസകോശത്തിന്റെ ഇടയിൽ ഇറങ്ങിക്കിടക്കുന്ന, രണ്ട് ശ്വാസകോശത്തിന്റെ ഇടയിൽ ഒന്ന് അനങ്ങാൻ പറ്റാതെ കിടക്കുന്ന ആ ഒരു ഹൃദയത്തെ വിശാലമാക്കാനാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അവിടെ നമ്മളുടെ ആ ഖബറിന്റെ അകത്തുള്ള ആ ഒരു കിടത്തം എന്ന് പറയുന്നത് രണ്ട് കല്ലറകൾക്കിടയിൽ നമ്മൾ ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുമ്പോൾ, അതേപോലെ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്കവിടെ സാമ്യത ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്കവിടെ ഉപമിക്കാൻ വേണ്ടി പറ്റും, നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ രണ്ട് ശ്വാസകോശത്തിന്റെ നമ്മുടെ രണ്ട് സൈഡുള്ള ആ ഒരു ചെസ്റ്റിന്റെ ഇടയിലായിട്ട് നമ്മുടെ ആ ഒരു കുഞ്ഞു ഹൃദയം കിടക്കുകയാണ്. ആ ഒരു ഹൃദയത്തെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ വിശാലമാക്കാൻ വേണ്ടി പറഞ്ഞത്. ആ ഒരു ഹൃദയത്തെ നമുക്ക് വിശാലമാക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഖബറിനെയും വിശാലാക്കാൻ വേണ്ടി പറ്റും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പക്ഷേ നമുക്ക് നമ്മുടെ ഹൃദയത്തെ വിശാലാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടോ?
നമ്മുടെ ഹൃദയത്തെ നമുക്ക് വിശാലമാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളും ഇന്ന് ഏതൊക്കെ രീതിയിലുള്ള ചിന്താഗതിയോടെയാണ് നമ്മൾ നടക്കുന്നുള്ളത്. നമ്മളോട് പല ചിന്തകളും നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് കൊണ്ടുവന്ന് ആ ഹൃദയത്തെ നമ്മൾ ചെറുതാക്കി ചുക്കിച്ചുളിച്ച് ആ ഹൃദയത്തെ നമ്മൾ മാക്സിമം എന്ത് ചെയ്തിരിക്കുകയാണ്? നമ്മൾ ഹൃദയത്തെ മാക്സിമം കുഡുസാക്കി വെച്ചിരിക്കുകയാണ്. കുടുസാക്കി വെച്ചിരിക്കുന്ന ഒരു ഹൃദയവും പേറിയിട്ടാണ് ഞാൻ നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കുടുസാക്കി വെച്ച ഹൃദയം പേറി നടക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത്, പഠിച്ചവനെ എൻ്റെ ഖബർ വിശാലാക്കി തരണേ, എൻ്റെ ഖബർ വിശാലാക്കി തരണേ, എൻ്റെ ഖബർ വിശാലമാക്കി തരണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഹൃദയത്തിന് വിശാലത കൂട്ടണേ. നമ്മൾ ചോദിച്ചിട്ടുണ്ടോ നമ്മുടെ ഹൃദയത്തിന് വിശാലത കൂട്ടണേ എന്ന്? നമ്മൾ ദുആ ചെയ്യാറുണ്ടോ നമ്മുടെ ഹൃദയത്തിന് വിശാലത കൂട്ടണേ എന്ന്? എന്നാൽ നമ്മൾ ഹൃദയത്തിന് വിശാലത കൂട്ടണേ എന്ന് ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ ഹൃദയത്തിന് വിശാലത കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്നും വിശാലത കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വസ്തുക്കൾ എടുത്തു കളയാനുണ്ട്, എന്തൊക്കെ വേസ്റ്റുകൾ അവിടെ നിന്ന് എടുത്തു കളയാനുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ടോ? അതിനെ എടുത്തു കളഞ്ഞിട്ടുണ്ടോ? ഇൻഷാ അല്ലാഹ് ആ ഭാഗത്തേക്ക് നമ്മൾ പോകുന്നില്ല. നമുക്ക് ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പിയെ പോലെ തന്നെ നമുക്ക് ഫോർഗീവിന്റെ തെറാപ്പി കൊണ്ടുപോകണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ ഭാഗത്തിലേക്ക് നമുക്ക് വരാം. അപ്പൊ നമുക്ക് ഒരു 21 ദിവസമാണ് ഇത് തുടരാൻ വിചാരിക്കുന്നുള്ളത്. അപ്പൊ ഇതൊരു 15 ദിവസം, ഇന്നത്തേക്ക് 16ാമത്തെ ദിവസമാണ് അല്ലെ ഇന്ന്. അപ്പൊ ഇൻഷാല്ല ഇത് 21 കഴിഞ്ഞാൽ നമുക്ക് ഫോർഗീവിന്റെ തെറാപ്പിയിലേക്ക് വരാം. എല്ലാവരും സന്നദ്ധരായിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ഹൃദയത്തിന്റെ ആ ഒരു വിശാലത അത് കൂട്ടിക്കൊണ്ട് നിന്നാൽ മാത്രമേ നമ്മളിലേക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? നമുക്ക് നമ്മുടെ ഖബറിന്റെ വിശാലത കൂട്ടാൻ നമുക്ക് എളുപ്പമാവുകയുള്ളൂ. അതിനെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ ഫോർഗീവ് തെറാപ്പി പിന്നീട് ചെയ്യാം. എന്നാൽ നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് ഓരോ കറുത്ത കുത്ത് വരുന്നതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം. നമ്മൾക്ക് മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള ചിന്ത, അതല്ലെങ്കിൽ നമ്മുടെ സ്വന്തത്തെ കുറിച്ചിട്ടുള്ള ചിന്ത, നമ്മളിൽ നിന്നും നമ്മൾക്ക് ചെയ്യാൻ വിചാരിച്ച പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തപ്പോഴുള്ള ചിന്ത, അങ്ങനെ ഏതും ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഓരോ നെഗറ്റീവ് തോട്ടുകളും നമ്മളിൽ വരുന്ന സമയത്ത് ഓരോ നെഗറ്റീവ് ചിന്തകളും നമ്മുടെ ഹൃദയത്തിൽ ഓരോ ബ്ലാക്ക് മാർക്കായിരിക്കുകയാണ്. ഓരോ നെഗറ്റീവ് ചിന്തകളും നമ്മുടെ ഹൃദയത്തിൽ ഓരോ ബ്ലാക്ക് മാർക്കായി നിൽക്കുകയാണ്. ഒരു ദിവസത്തിൽ നമ്മൾ എത്ര തവണ നെഗറ്റീവായി ചിന്തിക്കുന്നുണ്ട്? ഒരു ദിവസത്തിൽ നമ്മൾ എത്ര തവണ മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്? ഒരു ദിവസത്തിൽ നമ്മൾ എത്ര തവണ നമ്മളെ കുറിച്ചിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട്? അങ്ങനെ ഓരോ ചിന്തകളും നമ്മുടെ ഹൃദയത്തിൽ ബ്ലാക്ക് മാർക്കായി കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ പറയാം, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, അതല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ലൈഫിൽ, നമ്മുടെ റിലേഷൻഷിപ്പിൽ നമ്മൾ ക്ഷമിക്കുക എന്ന് പറയുന്നുണ്ട്. ഓരോ ക്ഷമയും വരുന്നുള്ളത്, ക്ഷമ ഈമാനിന്റെ പകുതിയാണ് എന്നുള്ളത് ശരിയാണ്. പക്ഷേ നമ്മളുടെ ക്ഷമ എന്ന് പറയുന്നുള്ളത് യഥാർത്ഥത്തിൽ ആ രീതിയിലുള്ള ഒരു ക്ഷമ അല്ല. നമ്മളുടെ ക്ഷമ എന്ന് പറയുന്നുള്ളത് ശരിക്കും ഒരു മൂടുപടലമാണ്, യഥാർത്ഥമായ ഒരു ക്ഷമയല്ല. യഥാർത്ഥമായ ഒരു ക്ഷമ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്തണം. നമ്മൾ ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്നുള്ളത് അഡ്ജസ്റ്റ്മെന്റിലാണ്. അഡ്ജസ്റ്റ്മെന്റിലേക്ക് നമ്മൾക്ക് ജീവിതം കൊണ്ടുപോകുന്ന സമയത്ത് ഓരോ അഡ്ജസ്റ്റ്മെന്റും നമ്മളിലേക്ക് വരുന്നുള്ളത് ഓരോ കറുത്ത കുത്തുകളാണ്. ആ ഓരോ അഡ്ജസ്റ്റ്മെന്റും നമുക്കറിയില്ലേ, ലൈഫ് എന്ന് പറയുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോവാനുള്ളത് എന്നാണ് നമ്മൾ ആദ്യകാലം മുതലേ പഠിച്ചു വെക്കുന്നതും നാം നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നതും. ജീവിതമാകുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്ന്. ഒരിക്കലും ജീവിതം അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ളതല്ല, ജീവിതം അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ പോകാനുള്ളതാണ്. അപ്പൊ എന്താണ് അഡ്ജസ്റ്റ്മെന്റും അണ്ടർസ്റ്റാൻഡിങ്ങും? ഈ അഡ്ജസ്റ്റ്മെന്റും അണ്ടർസ്റ്റാൻഡിങ്ങും വരണമെന്നുണ്ടെങ്കിൽ എവിടെയാണ് അത് വരേണ്ടത്? അത് വരേണ്ടത് നമ്മുടെ ഹൃദയത്തിന്റെ തലത്തിലാണ്. നമ്മുടെ ഹൃദയത്തിലാണ് ഇതിനെ കുറിച്ചിട്ട് വരേണ്ടത്. അപ്പൊ ഹൃദയത്തെ കുറിച്ചിട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെ റൂട്ടിൽ, ഏതൊക്കെ വഴിയിൽ നമുക്ക് പോകാൻ വേണ്ടി പറ്റും, അവിടെ ആ ഒരു റൂട്ട് നമ്മൾക്ക് വളരെ സ്മൂത്തായ, വളരെ ക്ലിയർ ആയ ഒരു റൂട്ടിലൂടെയാണ് പോകുന്നതെങ്കിൽ നമ്മുടെ വാഹനത്തിന് കൂടുതൽ കേടുപാടില്ലാതെ പോകാൻ വേണ്ടി പറ്റൂലേ? ഒരു സ്ഥലത്തേക്ക്, ഒരു ഡെസ്റ്റിനിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ പല റൂട്ടിലൂടെ പോകാനുണ്ടാവും. അതിൽ ചില റൂട്ട് അല്പം ബുദ്ധിമുട്ടുള്ളതായിരിക്കാം, ചില റൂട്ട് അല്പം സ്മൂത്ത് ആയതായിരിക്കാം അല്ലെ? മസലഗുഡി വഴി ഊട്ടിയിലേക്ക് എന്ന് പറഞ്ഞതുപോലെ. അപ്പൊ അതുപോലെ നമുക്ക് നമ്മളുടെ ഹൃദയത്തെ ഏത്
രീതിയിലേക്ക് കൊണ്ടുവരണം. അവിടെ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ്ങിലാണോ കൊണ്ടുപോവേണ്ടത്, അഡ്ജസ്റ്റ്മെന്റിലാണോ കൊണ്ടുപോവേണ്ടത്? അപ്പൊ എന്താണ് അണ്ടർസ്റ്റാൻഡിങ്, എന്താണ് അഡ്ജസ്റ്റ്മെന്റ്? ഇത് രണ്ടും അറിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിനെ ആ ഒരു തലത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോകുന്ന സമയത്ത് അഡ്ജസ്റ്റ്മെന്റിൽ വെച്ചിട്ട് നമുക്ക് ഓരോ കറുത്ത ഡോട്ടുമാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുള്ളത് എന്ന് പറഞ്ഞു. എങ്ങനെയാണ് നമുക്ക് ഏതെങ്കിലും ഒരു സംഭവത്തെ നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾക്ക് ബുദ്ധിമുട്ട് വരികയാണ്, പ്രയാസം വരികയാണ്. പല അഡ്ജസ്റ്റ്മെന്റും എന്താവാണ്, പ്രയാസങ്ങളായി ഒന്നിന് പിന്നാലെ ഒന്നായി നമ്മൾ അതിനെ അടുക്കി 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 വെച്ചിട്ട് അതങ്ങോട്ട് ഫുള്ളാവും. ഏതുപോലെ ഒരു കുഞ്ഞു കവറില് നമ്മൾ ഒരു കുഞ്ഞു കടുകുമണി ആയിക്കോട്ടെ പറക്കി വെക്കുന്നത്, ആ കുഞ്ഞു കടുകുമണി ഒരു ദിവസത്തിൽ ഒന്ന് പറക്കി വെച്ചാൽ പോലും കുറെ ദിവസം കഴിയുമ്പോൾ ആ ഒരു കുഞ്ഞു കവറ് ആ ഒരു കടുകുമണി കൊണ്ട് നിറഞ്ഞു ഫുള്ളാവും അല്ലെ. നിറഞ്ഞു ഫുള്ളായാൽ പിന്നീട് അതിലേക്ക് ഒരു സ്പേസ് ഇല്ലാതെ അത്രമാത്രം ഫുള്ളായാൽ പിന്നീട് അത് പൊട്ടിത്തെറിക്കുന്നത് സമകാല ബോധമില്ലാതെ ആയിരിക്കാം. സമകാല ബോധം ഇല്ലാത്ത സമയത്ത് ഇത് പൊട്ടിത്തെറിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്, ഇമോഷൻസിനെ കുറിച്ചിട്ടും ഇന്റലിജൻസിനെ കുറിച്ചിട്ടും. ഇപ്പൊ ഇമോഷൻസ് എന്ന് പറയുന്നത്, ആ ഇമോഷൻസ് കത്തുന്നത് നമ്മുടെ ഹൃദയം നിറയുന്ന സമയത്താണ്, ഹൃദയം ഫുൾഫിൽ ആവുന്ന സമയത്താണ്. എങ്ങനെ ഫുൾഫിൽ ആവുമ്പോൾ, ഹൃദയം നമ്മുടെ ബാഡ് തിങ്കോട് കൂടി നമ്മുടെ അഡ്ജസ്റ്റ്മെന്റിലൂടെ, ഓരോ അഡ്ജസ്റ്റ്മെന്റും ഒരു കറുത്ത കുത്തായ ഹൃദയത്തിൽ നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളത് ഫുൾഫിൽ ആവുകയും സ്ഥലകാല ബോധമില്ലാതെ പരിസര ബോധമില്ലാതെ നമ്മൾ പലതും ചെയ്തു പോകുന്നുള്ളത്, നമ്മൾ പലതും കാട്ടിക്കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. അതേസമയം നമ്മളതൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ലൈഫിനെ ആ അണ്ടർസ്റ്റാൻഡിലേക്ക് വരികയാണെങ്കിൽ ഓരോ സമയവും ഇത് ഫുൾഫില്ലായി പോകും എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി, ഇത് ഫുൾഫില്ലാവുന്നുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവോട് കൂടിയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അവിടെയാണ് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഏതൊരു വ്യക്തിയും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ, ഏതൊരു വ്യക്തിയും എന്തെങ്കിലും ഒന്ന് ചെയ്യുന്ന സമയത്ത്, എന്തെങ്കിലും ഒന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് അത് ഇന്ന് കാരണം കൊണ്ടാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മളിലേക്ക് എത്തലോട് കൂടിയിട്ട് നമുക്ക് പ്രശ്നമല്ലാതായി വരുന്നുണ്ട് അല്ലെ. അതേസമയം നമുക്കത് അറിയാതിരിക്കുന്ന സമയത്ത് അത് അത്രമാത്രം ഇഷ്യൂ ആണ്. അതിനുള്ള ഒരു ചെറിയൊരു ഉദാഹരണം കൂടി പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ഒരു കുട്ടി എല്ലാ ദിവസവും 5 മണിക്ക് സ്കൂളിൽ നിന്ന് വിട്ടു വരുന്ന ഒരു കുട്ടി, ആ സ്കൂളിൽ നിന്ന് എല്ലാ ദിവസവും 5 മണിക്ക് എത്തുന്ന കുട്ടി ഇന്നൊരു 5:05 വന്ന് കാണുന്നില്ല. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഒന്ന് ആദ്യം വരികയാണ്, നമ്മുടെ ഉള്ളിൽ ഒന്ന് ടെൻഷൻ വരികയാണ് അല്ലെ. അപ്പൊ തലേ ദിവസമോ അതിന് 2 ദിവസം മുമ്പ് വേറെ ഏതെങ്കിലും ഒരു പെണ്ണ് ഒളിച്ചോടിയ വാർത്തയും കൂടി കേട്ടിട്ടുണ്ടെങ്കിലോ നമ്മുടെ ഉള്ളിൽ വീണ്ടും ടെൻഷൻ കൂടും അല്ലെ. ആ ടെൻഷൻ കൂടി പിന്നീട് ഒരു 5:30 മണിയായിട്ടും കുട്ടി എത്തിയിട്ട് കാണുന്നില്ല, വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല, സ്കൂളിൽ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല, ബസ് ഡ്രൈവറെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. നമ്മുടെ ടെൻഷൻ വീണ്ടും വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഒരു 5:35 എങ്ങാനും ആയപ്പോ ബസ് ഡ്രൈവർ കോൾ ഇങ്ങോട്ട് ചെയ്തു. അപ്പോഴാണ് അറിയുന്നത് ബസ്സിന് എന്തോ ഒരു യാത്രയിൽ ഒരു തകരാറ് സംഭവിച്ചു. അതിനെ നന്നാക്കാൻ വേണ്ടിയിട്ട് ബസ് ഡ്രൈവർ ഒന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് ഫോൺ ബസ്സിലായതുകൊണ്ട് ആൾക്ക് ഫോൺ നമ്മൾ റിങ് അടിച്ചത് കേട്ടിട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് എത്തും. ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട്. ഇത് അറിയലോട് കൂടിയിട്ട് എന്തായി, നമ്മുടെ പ്രശ്നം മാറി, നമ്മുടെ ഫീലിംഗ് മാറി. ഇപ്പോഴും കുട്ടി വീട്ടിലേക്ക് എത്തിയോ? ഇല്ല. കുട്ടി വീട്ടിലേക്ക് എത്തണമെങ്കിൽ 6 മണിയാവണം. പക്ഷെ ആ ഒരു 5:35 വരെ ആ ഡ്രൈവർ ഇങ്ങോട്ടേക്ക് തിരിച്ച് കോൾ ചെയ്യുന്നത് വരെ നമ്മൾ അനുഭവിച്ച ഒരു പ്രശ്നം അവിടെ ആ ഡ്രൈവർ കോൾ ഇങ്ങോട്ട് ചെയ്തപ്പോ എന്നതാണ് വിഷയം എന്ന് അറിഞ്ഞതുകൊണ്ട് കൂടിയിട്ട് നമുക്ക് എന്തായിട്ടുണ്ട്, ആ ഒരു പ്രശ്നമില്ലാതായിട്ടുണ്ട്. എന്തുകൊണ്ട്? നമുക്ക് ഇന്നതാണ് അവിടെ സംഭവം എന്നുള്ളത് നമുക്ക് അത് മനസ്സിലായതോടുകൂടി നമ്മളുടെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നമുക്ക് ഇന്നതാണ് പ്രശ്നം എന്നുള്ളത്. ഇങ്ങനെയാണ് ഓരോ വ്യക്തിയും നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളും നമ്മളോട് പ്രവർത്തിക്കുന്ന രീതി നമ്മൾ ഇഷ്ടപ്പെടുന്നതായിക്കോട്ടെ ഇഷ്ടപ്പെടാത്തതായിക്കോട്ടെ, പക്ഷെ ആ വ്യക്തികൾ ഇങ്ങനെ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ നമ്മൾ അറിഞ്ഞതോ അറിയാത്തതോ ആയ എന്തോ ഒരു കാരണം ഉണ്ടാവാം. കാരണം അറിഞ്ഞാൽ മാത്രമേ നമുക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷെ എല്ലാ കാരണവും നമ്മൾ അറിഞ്ഞുകൊള്ളണം എന്നില്ല. അതുകൊണ്ട് നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മുടെ ചുറ്റുപാടുമുള്ളവർ പ്രവർത്തിക്കുന്ന സമയത്ത് ഞാൻ അറിഞ്ഞതോ അറിയാത്തതോ ആയ എന്തോ ഒരു ബുദ്ധിമുട്ട്, എന്തോ ഒരു പ്രയാസം അവർ അനുഭവിക്കുന്നുള്ളത് കൊണ്ടാണ് എന്നുള്ള രീതിയിൽ നമ്മൾ തിരിച്ചറിവിലേക്ക് എത്തുക എന്നുള്ളതാണ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത്, എല്ലാവരും എൻ്റെ അടിമയാണ്. എൻ്റെ ഒരു അടിമയെ കുറിച്ചിട്ട് എൻ്റെ വേറൊരു അടിമയ്ക്ക് കുറ്റം പറയാൻ അവകാശമില്ല എന്നുള്ളത്. അവർ നന്മ ചെയ്യുന്നവരായിക്കോട്ടെ തിന്മ ചെയ്യുന്നവരായിക്കോട്ടെ എല്ലാം എൻ്റെ അടിമയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ മറ്റുള്ളവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റട്ടെ. ഓരോ അണ്ടർസ്റ്റാൻഡിങ്ങിലും
ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നത് നമ്മുടെ ഹൃദയത്തിനുള്ള സമാധാനമാണ്. അതുകൊണ്ട് ഹൃദയത്തെ സമാധാനമാക്കി വെക്കുക. ശാന്തതയിൽ ഇരിക്കാൻ വേണ്ടി നോക്കുക. നമ്മുടെ ഹൃദയത്തെ ശാന്തതയിലൂടെ, സമാധാനത്തിലൂടെ, ഹാപ്പിയിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് എനർജി കൂടും, നമുക്ക് പോസിറ്റീവ് ചിന്തയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും, നമുക്ക് ആരോഗ്യം കൂടും, നമുക്ക് എല്ലാത്തിനും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന എല്ലാ ജോലികൾക്കും നമുക്ക് പ്രയാസമില്ലാതെ ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഹാപ്പി ആയി കൊണ്ടുപോകാൻ, സന്തോഷത്തോടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, ഹൃദയത്തിന്റെ വിശാലത കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ലൈഫിനെ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ പോകാൻ വേണ്ടി പറ്റട്ടെ ഇൻഷാ അല്ലാഹ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ചോദിച്ചോളൂ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ചെയ്യാം. ഓക്കെ, അപ്പോൾ സംശയങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഫീഡ്ബാക്ക് ഡിസ്കഷൻ ഗ്രൂപ്പിൽ അറിയിക്കുക. ഡിസ്കഷൻ ഗ്രൂപ്പിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ വീണ്ടും ഓർപ്പിക്കുന്നു, ഡിസ്കഷൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. നിങ്ങൾക്കുള്ള ഫീഡ്ബാക്ക്, നിങ്ങൾക്ക് കിട്ടിയ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ, എന്തെങ്കിലും ഇനിയും കൂടുതലായിട്ട് അറിയേണ്ടതുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ചോദിക്കാം. ഇനി ഇതിനെ കുറിച്ചിട്ട് തന്നെ നാളെ തുടർച്ചയാണോ, അതല്ലെങ്കിൽ നാളെ വേറെ ഏതെങ്കിലും പോയിന്റ് ആണോ സംസാരിക്കേണ്ടത് എന്നുള്ളതും കൂടി. നാളെ ഏതിനെ കുറിച്ചിട്ടാണ് സംസാരിക്കേണ്ടത്? നാളത്തേക്ക് എന്തിന്റെ ഗ്രാറ്റിറ്റ്യൂഡാണ് എഴുതി വരുന്നുള്ളത് പറയൂ. ഇത് തന്നെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റും അണ്ടർസ്റ്റാൻഡിങ്ങും തന്നെ ഒന്നുകൂടി. ഓക്കെ ഓക്കെ ഇൻഷാ അല്ലാഹ്. ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് ഇത് തന്നെ നമുക്കൊന്നും കൂടി ചെയ്യാം. ഇന്ന് ഹൃദയത്തിന്റെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാത്തവര് നാളത്തേക്ക് എന്ത് ചെയ്യാം, അതിനെ തന്നെ ഒന്ന് ഫോക്കസ് ആക്കി എഴുതാം. എഴുതിയവര് ഇനിയും നമുക്ക് ഹൃദയത്തിന് തന്നെ കൂടുതൽ പോയിന്റ്സുകൾ എഴുതാൻ വേണ്ടി കിട്ടും. അതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ടും എഴുതാം. ഓക്കെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.